ഈ പ്രാവശ്യം നമ്മൾ നെസ്റ്റോ പോയപ്പോൾ കുറച്ച് സാൽമൺ ട്രൗട്ട് വാങ്ങിയിരുന്നു. അതിലെ മത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വാങ്ങിയതാണ്. ഇതിനായിട്ട് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല. ഉപ്പും കുരുമുളകും മാത്രം വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഫിഷ് എടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളകും പെരട്ടി അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് എല്ലാ ഭാഗത്തും നല്ല വൃത്തിയിൽ പെരട്ടി കൊടുക്കണം. അതിനുശേഷം നല്ലൊരു ചട്ടി എടുക്കുക, അത് ചൂടാക്കാൻ വെക്കുക. ചട്ടിയല്ല, ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റി വെച്ച സാൽമൺ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഈ മീൻ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചിടുമാണ്. ഇനി നമുക്ക് ഗാർലിക് ബട്ടർ സോസിന്റെ ആവശ്യമുണ്ട്. അതിനായി 3 ക്യൂബ്സ് ബട്ടർ ഇതിന്റെ അകത്തിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഗാർലിക് ഇങ്ങനെ ചീന്തി അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ ഗാർലിക് സാൽമൺ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ഇതിനകത്ത് ലെമൺ ജ്യൂസ് ഒഴിക്കാൻ മറന്നതല്ല, നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. നമ്മളിന്ന് ലഞ്ചിന് ചോറിന്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ആദ്യം കുറച്ച് ചോറ് എടുക്കുക. അതിലേക്ക് റിച്ചുവിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ മോര് കറി, അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സാൽമൺ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ തലേന്നത്തെ മീൻകറി, ഉപ്പേരി ഒക്കെ. ആ മീറ്റിന്റെ കളർ കണ്ടോ, ഓറഞ്ച് കളറാണ് ഈ മീൻ. ഇത് സാൽമൺ ട്രൗട്ടാണ്. ഒറിജിനൽ സാൽമൺ വേറെ ഉണ്ട്, അതിന് റോസ് കളർ. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം തന്നെ റിച്ചുവിന് ഒരു കഷ്ണം കൊടുത്തു നോക്കാം. ഭയങ്കരമായ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് വാവ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. യമ്മിയാണ് ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ.